നമ്മളൊക്കെ ചെറുപ്പത്തിൽ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് പറയും, വാപ്പ മുട്ടായി വാങ്ങിച്ചതാ, വാപ്പ എനിക്ക് മുട്ടായി വാങ്ങിച്ചതാ, ഈ കാണുന്ന കാട്ടക്കളിപ്പാട്ട JCB ഈ ഇത് മേടിച്ച വാപ്പാടത്ത് അങ്ങനെയല്ലേ പറയാ, പണ്ടങ്ങനല്ലേ പറയാ. നമ്മൾ പണ്ട് തന്നിട്ട് വാപ്പാനോട് പറയും മുട്ടായി വാങ്ങിത്തരണം, കളിപ്പാട്ടം വാങ്ങിത്തരണം, എനിക്ക് അത് വേണം ഇത് വേണം, നമ്മൾ പോയി പറയും. ഇന്നത്തെ മക്കള് വന്നിട്ട് മുട്ടായി വാങ്ങിത്തരണം എന്നല്ല പറയുന്നത്, വാപ്പ പൈസ താന്നാ ചോദിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത് എന്താ? പൈസതാ. ഈ മക്കൾക്കും വേണ്ടത് പൈസ. കാരണം ഇവര് വിചാരിക്കുന്നത് വാപ്പ ATM ആണെന്നാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ വാപ്പയെ കാണുന്നത് വീട്ടിലെ ATM, ചോദിക്കുമ്പോ ഇങ്ങനെ തരണം. അവർക്കും വേണ്ടത് പണമാ. എന്തുകൊണ്ട്? ഈ മക്കൾക്ക് ഈ പണത്തിനോടുള്ള ആർത്തി എവിടുന്ന് വന്നു? ഈ മക്കൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി എവിടുന്ന് വന്നു? ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർ, ഇന്നത്തെ പെണ്ണുങ്ങൾ, ഉമ്മമാർ ഈ മക്കളോട് പറയുന്നത് എന്ത്? നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നീ ആയിരിക്കണം 1ാം റാങ്ക് വാങ്ങേണ്ടത്, നല്ലതുപോലെ പഠിച്ച് നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാക്കണം, എങ്കിലേ നല്ല പെണ്ണ് കിട്ടൂ. എടാ, നിനക്ക് ഉമ്മ പറഞ്ഞു കൊടുക്ക. ചെറിയ മക്കളോട്, ഈ 10ഉം 12ഉം വയസ്സുള്ള മക്കളോട് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നു, മോനെ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു വിഷം കുത്തിവെച്ച് ഇപ്പം മക്കള് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും കഞ്ചാവ് കച്ചവടം നടത്തുകയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് കാസിം വാളും നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാവരും വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.